മതി മതി. ഇനി പപ്പടം പൊട്ടിച്ചു, മാങ്ങ അതിൻ്റെ മേലെ കൂടി വിതറി, എല്ലാം കൂടി ഒരു പിടി. ഇതിപ്പോൾ എന്തുണ്ടാവുക, ചീഞ്ഞുണ്ടാവുക? എന്താണ് നിൻ്റെ ഒരു പ്രഡിക്ഷൻ? എന്ത് വൃത്തിയായിട്ട പറ്റാണ് നിൻ്റെ? രണ്ടെണ്ണം ഒറ്റടിക്കുക. സംഗതി ഇപ്പോൾ റെഡിയുണ്ട്. ലോലിപോപ്പ് സൂപ്പറായിട്ട് അല്ലേ? കുറച്ച് ദിവസമായി നമ്മൾ വീട്ടിലെ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഇന്ന് അമ്മാസ് ലഞ്ച് കോമ്പോസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. ഇന്നത്തെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ മൊളോഷ്യം ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. കുറേ നാളായി വിചാരിക്കണം ഇങ്ങനെ നമ്മുടെ ചാനലിൽ ചെയ്യണം എന്നുള്ളത്. കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മൊളോഷ്യം ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് ഈ കറി വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഈ പരിപ്പ് പയറ് കുത്തി കാച്ചിയത്, അല്ലെങ്കിൽ കടല ഉപ്പേരി, അങ്ങനത്തെ കറികളാണ് നമുക്ക് കുട്ടിക്കാലത്ത് ഇഷ്ടം. പക്ഷെ പിന്നീട് ഞാൻ വളർന്ന് ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു മുതിർന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കറികളാണ് ഈ കുമ്പളങ്ങ പാലിൽ വെച്ചത്, പരിപ്പും നെയ്യും, പിന്നെ എന്തായിരുന്നു പുളിങ്കറികൾ. അപ്പോൾ അതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയത് വലുതായതിന് ശേഷമാണ്. അപ്പോൾ അതിലൊരു കറിയാണ് ഈ മൊളോഷ്യം. പല രീതിയിൽ ഇത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നമ്മൾ വെക്കുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾ മാങ്ങച്ചാറ് ലൈവായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പപ്പടം. ഈ ഒരു കറി എന്ന് പറയണത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കോംബോ എന്ന് പറയണത് വളരെ മിനിമലായിട്ടുള്ള ഈ ഐറ്റംസ് വെച്ചിട്ടുള്ള ലഞ്ച് കോംബോ ആണ്. അപ്പോൾ ഊണ് കഴിച്ചിട്ട് ഞങ്ങളൊരു ഷോപ്പിംഗ്, അതായത് ചെറിയൊരു ഷോപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മാസത്തേക്കുള്ള സാധനങ്ങൾ മേടിക്കുമല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം തീർന്നൊരു വിധം. അപ്പോൾ ആ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്ന രീതിയിലൊരു കാര്യങ്ങളും കൂടി വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അമ്മാസ് ലഞ്ച് കോമ്പോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ മൊളേഷ്യത്തിൻ്റെ കൂടെ കൂട്ടാനായിട്ടേ ഞങ്ങൾ മാങ്ങച്ചാറ് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതും ഉണ്ടാക്കി. ലൈവായിട്ടുള്ള മാങ്ങച്ചാറാകുമ്പോൾ ചെറിയൊരു ചൂടും പിന്നെ ആ ഒരു എന്താ പറയുക, ലൈവിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് അല്ലേ മാ? വേണ്ട വേണ്ട, അത് ഊണ് കഴിക്കുമ്പോൾ നോക്കാം. നേരത്തെ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, മതി. അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ പലതവണ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. ചോറിന് കൊടുക്കാം. മതി മതി മതി. അപ്പോൾ അതുകൊണ്ട് നോക്കിയാൽ മതി. അപ്പോൾ മൊളേഷ്യത്തിനായിട്ട് ആദ്യം 3/4 കപ്പ് പരിപ്പാണ് നമ്മൾ എടുക്കണേ. പിന്നെ കഷ്ണമായിട്ട് നമ്മൾ എടുക്കുന്നത് കുമ്പളങ്ങയാണ്. പിന്നെ 4 പച്ചമുളക് കീറിയതുണ്ട്, കുരുമുളക് ചതയ്ക്കാനുണ്ട്, അതോടെ വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇത്രേ ഉള്ളൂ. എന്താ നീ ചിരിക്കണ? ഒരു കള്ളച്ചിരി പറയടി. എന്താ വിശക്കുണ്ടാ? പറഞ്ഞ പോലെ സമയം 2 മണി കഴിഞ്ഞല്ലോ അല്ലേ? എന്നാ എടുത്തോ. എന്താമ്മ? കുമ്പളം കഴുകി വെച്ചുള്ളതാ. ഒരു മിനിറ്റ് ദീപു. വെള്ളം കൂടുതലില്ലല്ലോ അമ്മ? ഓക്കെ. അപ്പോൾ അതിലേക്ക് കുമ്പളം ഞങ്ങൾ ഒരുമിച്ചിട്ട് 2 വിസിൽ അല്ലേ? ഇതിൽ കീറി വെച്ച പച്ചമുളക് 4 പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി കൂടി ഉപ്പ്. ഓക്കെ, 3/4 ടീസ്പൂൺ ഉപ്പിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി. ഇത്രയും മതി അല്ലേ? ഇത് 2 വിസിൽ. കുരുമുളക് ചതയ്ക്കാം. ശക്തി പോരാൻ വേണ്ടി ഇടിക്കില്ല. എന്നാ നീ കുത്ത് നോട്ടെ. മതി 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 മതി. കേക്കും കൊണ്ട് നടക്കാല്ലേ? രണ്ടെണ്ണം ഒറ്റടിക്കുക. അമ്മയ്ക്കാണോ കേക്ക് ഒരു ഇഷ്ടം?
എന്താ പറയുക, കുക്കർ വിസിലടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ 3 പേരും അല്ലേ. കറക്റ്റ് ആ ഭരണിയിലേക്കുള്ള മാങ്ങയില്ല അമ്മ, നോട്ടെ. എന്തായാലും ഓ ചെറിയ ചൂടൊക്കെ ഉണ്ട്. മുളക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് തൈര്. വാവ്, നല്ല കാർത്തികയുടെ തൈരാണ്. പിന്നെ ഉപ്പ്, അതിങ്ങനെ വിതറും. ഇവന് കൊതി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പപ്പടല്ലേ മുളക് പൊടിക്കാൻ വറുത്ത് വെച്ചത്? അത് മതി, ഇത്രേ വേണ്ടു. വിസിലടിച്ചു, ഒന്നടിച്ചു, ഇപ്പം 2 തന്നെ അടിക്കില്ലേ? അങ്ങനെ 2 വിസിലടിച്ച് ഇതുണ്ടോ നോക്കി, പരിപ്പ് വന്നിട്ടോ നോക്കിയേ. ഇനിയിപ്പോൾ വീണ്ടും വിസിലടിക്കണ്ടേ? ഒരടി അടിച്ച് പോവോ? കുറേ കഴിഞ്ഞ് ഉറക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഉറക്കണം. അപ്പോൾ 2 അടി അടിച്ചോ. ഞാൻ അതാ പറഞ്ഞത്, പരിപ്പ് ആദ്യം ഇട്ടിട്ട് വേവിച്ചിട്ട് കുമ്പളട്ടാൽ മതിയായിരുന്നു. കുമ്പളം പച്ചക്കറിയുടെ സാധനമല്ലേ, 2 കൂടി ഒരുമിച്ചിട്ടല്ലേ 2 വേവല്ലേ. സൗണ്ട് കേൾക്കുന്നുണ്ട്. സന്ധി ചേച്ചിയല്ലേ? ആ, ഒരു വിസിലായില്ലേ? നമ്മ 3 അടിക്കില്ലല്ലേ? ഇതിപ്പോൾ എന്തുണ്ടാവുക, ചീഞ്ഞുണ്ടാവുക? എന്താണ് നിന്റെ ഒരു പ്രഡിക്ഷൻ? ചീഞ്ഞാല് കുഴപ്പമില്ലേ? ഉണ്ടോ ഇല്ല കഴിക്കും. എന്ത് വൃത്തിയായിട്ട പെറ്റാണ് നിന്റെ. തുറന്നു നോക്കിയേ. ആ, വന്നിട്ടുണ്ട്. ചീഞ്ഞിട്ടില്ല അല്ലേ? ചീഞ്ഞിട്ടില്ല മോളെ ദീപ, നിന്റെ 100 രൂപ പോയിട്ടാ. സാധനം ഉഷാറായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം, കുറച്ചുകൂടി വെള്ളം വേണമ്മ. ഒഴിച്ചോ, ഫുള്ള് ഒഴിച്ചോ. ഇതിലേക്ക് ചതച്ച് വെച്ച ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൊണ്ട് ചേർക്കാം. പോരെ? മതി. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി കൊണ്ട് ഒഴിക്കുക. സംഗതി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കുമ്പോൾ അറിയാം. അപ്പം എനിക്കുള്ള ചോറ് മതി. മതി, ഒന്ന് മതി. ഇപ്പോൾ കുറച്ച് നെയ്യ് ഇതിൻ്റെ സൈഡിൽ ഒഴിച്ചത്. ഇപ്പോൾ കൊള്ളാം. നെയ്യ് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഇച്ചിരി ആ നെയ്യും നെയ്യ് വന്നപ്പോൾ വേറെ ലെവലായിട്ടാ. ഇതൊരു എന്താ പറയുക, സിമ്പിൾ സൂത്തിങ് കറിയാണ് അല്ലേ? അമ്മ ഒഴിച്ചല്ലേ കൊണ്ട. എനിക്ക് ഇതിൽ കറി വെച്ച രീതി ഇപ്പം ഒന്നും നോക്കണ്ട, നന്നായിട്ട് കോരി ഒഴിച്ചോ. വാവ്, മതി മതി. ഇനി പപ്പടം പൊട്ടിച്ചു, മാങ്ങ അതിൻ്റെ മേലെ അങ്ങോട്ട് വിതറി, എല്ലാം കൂടി ഒരു പിടി. ഓ, ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട് കറി. ഒരു പപ്പടം വെച്ചോ, നല്ലത് ശരിയാവുള്ളൂ.
മാങ്ങച്ചാറും പപ്പടവും മുളകും. ഇത് ജാതിക്കിട്ടില്ല കോമ്പിനേഷൻ ഉണ്ടോ? ഓ ഇപ്പം എവിടെ ചോദിക്കാം അമ്മയ്ക്കാണോ ഒരുപടി തൈര് തരാ എങ്ങനെയുണ്ട് എൻ്റെ പിടി? മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ തൈരിന് ഓടി വരണമെങ്കിൽ ചോറ് കേട്ടോ, എന്തായാലും വന്നതല്ലേ. ചോറ് തകയില്ലേ? മതി. തൈര് ഇനി മുളോഷ്യം ഒരു ശകലം ഉപ്പ് തരാം തൈരിൻ്റെ മേലെ അല്ലേ. മുളോഷ്യം പോരട്ടെ, കുറച്ചുകൂടി വേണേ. തൈര് കൂടുതലായി മതി. വേറെ ടേസ്റ്റ്. എങ്ങനത്തെ തൈര് കോമ്പിനേഷൻ നല്ല അല്ലേ? ഒരു അരക്കഷ്ണം മാപ്പിള നമ്മുടെ അച്ചാറുണ്ടാക്കിയ ചട്ടി കൂടി ഉണ്ട്, അപ്പോൾ അതിലേക്ക് ഇടാം. എന്നിട്ട് എല്ലാം കൂടി ഒരു പിടി ആ ചോറ് അച്ചാറിൻ്റെ ആ ചട്ടിയിലുള്ള കൂടിയിട്ടുണ്ടല്ലോ. ഓ ശരി തന്നെ. നീ ചോറില്ലേ നോട്ടോ? സാധാരണ ചോറ് ബാക്കിയാവാറ പതിവ്. ഇന്നിപ്പോൾ എന്തായി? കംപ്ലീറ്റ് ചോറ്. അച്ചാർ ഇനി തൈരിൻ്റെ കൂടെ അച്ചാർ വേടാ. അമ്മയുടെ ഊണ് കഴിഞ്ഞില്ല അമ്മ? തൈരാണ് അച്ചാറാണ് അടിപൊളി കോമ്പിനേഷൻ അല്ലേ? നല്ല തൈര് കിട്ടുകയാണെങ്കിൽ തൈരാണ് മുളോഷ്യത്തിന് ബെസ്റ്റ് അച്ചാറിനേക്കാളും. ഇന്നത്തെ മുളോഷ്യം കൂട്ടിയിട്ടുള്ള ഊണ് ഗംഭീരമായി എന്ന് തന്നെ പറയാം. ഊണ് കഴിഞ്ഞ് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ഞങ്ങൾ നേരെ വൈമാളി പോവാണ്. ബസ്സിലാണ് പോണേ. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. പിടിച്ചാ വൈമാളിലൂടെ നിൽക്കുക. അപ്പോൾ 3 വൈമാളിൽ നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ സ്ഥിരം ഹാങ് ഔട്ട് സ്പോട്ടാണ് വൈമാള്. ഇന്നിപ്പോൾ ഈ ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. എല്ലായിടത്തും പോലെ കഴിഞ്ഞ മാസം മേടിച്ച കുറച്ച് സാധനങ്ങൾ വീട്ടിൽ ബാക്കിയുണ്ട്. ഷോപ്പിങ്ങിന് വരുന്ന ദിവസം ആ നേരത്തെ ഫുഡ് ഞങ്ങൾ വൈമാളിയിൽ നിന്ന് തന്നെയാണ് കഴിക്കാറ്. മിക്കവാറും അത് ഹൈപ്പറിൽ നിന്ന് വാങ്ങിയിട്ട് തന്നെ ആയിരിക്കും. വണ്ണം നോക്കി എടുത്തോ. ഇല്ലില്ല
അമ്മയ്ക്കുള്ള ഫുഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്. സോറി, ഗ്രൗണ്ടിൽ കഴിഞ്ഞിട്ട് വാവ് ദീപോ. എവിടേക്ക് ഓടുന്നു? ഓ പിന്നെ മധുരം അധികം വേണമെന്നില്ലല്ലോ. ഒരാശ്വാസം കിട്ടി. അത് ഫിഷ് കട്ട്ലറ്റാ. കുഴപ്പമില്ല. ദീപുവിന് ഫിഷ് കട്ട്ലറ്റ്. സമൂസ പകുതി പകുതി എടുക്കാം. അമ്മയ്ക്കൊരു വെജ് സ്പ്രിംഗ് റോൾ എന്ത് കൊടുക്കും. എങ്ങനെയുണ്ടമ്മ? നല്ല സമൂസ അല്ലേ? പകുതി. ഏയ് ഇങ്ങോട്ട് പഞ്ചമി സമൂസ അല്ലേ? അമ്മയ്ക്കുള്ള മട്ടർ പനീർ പോരെ? ഇവ ചിക്കൻ ലോലിപോപ്പ്. മട്ടർ പനീറും അടിപൊളിയുണ്ടോ? സാധാരണ കഴിക്കുന്ന ചില്ലി ചിക്കല്ലേ അപ്പോൾ പോരാ അല്ലേ? ഇത് അടിപൊളിയുണ്ട്. ലോലിപോപ്പ് സൂപ്പറായിട്ടുണ്ട്. ലോലിപോപ്പ് രക്ഷയുള്ളൂ. ഇനി ചില്ലി ചിക്കൻ പോരാ, ലോലിപോപ്പ് കിട്ടില്ല. അതിൻ്റെ ഉപ്പ് കുറവൊന്നുമില്ല അല്ലേ? ലോലിപോപ്പിലല്ല കേട്ടോ, നമ്മുടെ ചില്ലി ചിക്കനിൽ. ഇതിൽ ഉപ്പില്ല അല്ലേ? എന്തോ ഉപ്പ് കുറവ് എങ്ങനോ സാധാരണ സംഭവിക്കുന്നതാണ് അല്ലേ? എനിക്കില്ല, സൂപ്പറായിട്ടുണ്ട്. അങ്ങനത്തെ ഇപ്പോൾ അടിപൊളിയുണ്ടല്ലേ?
ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ പോയി ട്രൈ ചെയ്തു ഇതൊക്കെ, ഒരു കാര്യമില്ല. അവിടുത്തെ ക്ലബ് സുലൈമാനി വലിയ കാര്യമില്ല. കുറേ ഐറ്റംസ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ടേസ്റ്റ് വൈസ് ഇവിടെയാണ് കിട്ടിലൻ ഐസ് ടീ, കിട്ടിലൻ മൊജിത്തോ. എന്താ അടിപൊളിയില്ല, റീഫ്രഷിങ്. ഒരു വലിയ വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ ഓറഞ്ചിന് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയല്ലേ? അങ്ങനെ നമ്മുടെ സ്വരൻ ചേട്ടൻ്റെ ഓട്ടോയിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അമ്മാസ് ലഞ്ച് കോമ്പോസും പിന്നെ ഞങ്ങളുടെ ചെറിയ ഔട്ടിക്കും കൂടിയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.